ഇപ്പം എല്ലാവർക്കും ഒരു സംശയമുള്ളതാണ്. ഋതുമതിയായി കഴിഞ്ഞാൽ അതായത് പീരീഡ്സ് ആയാൽ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? ഭയങ്കര ചോദ്യമാണത്. അപ്പോൾ മറ്റുള്ള സമുദായക്കാർ മുസ്ലിംസ് പോകല്ല, ക്രിസ്ത്യൻസ് പോകുന്നാ പറയണത്, എനിക്കറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെ എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോയിക്കൂടാ, നാമം ജപിച്ചുകൂടാ എന്ന് പറഞ്ഞ കാരണമെന്താ? നാമം ജപിച്ചുകൂടാ എന്ന് പറയുമ്പോൾ ആൾ ക്ഷീണമായിരിക്കും, ടയേർഡായിരിക്കും ഒന്ന്. രണ്ടാമത് നമ്മൾ ദൈവികമായ നാമങ്ങൾ, അതുപോലെ അഘോരമന്ത്രം, നമഃശിവായ, ഇതൊക്കെ ജപിക്കാൻ പാടില്ല. കാരണം അത് ജപിക്കുന്നിടത്ത് ഭഗവാൻ വരുന്ന പറയണത്. അപ്പോൾ ആ ഇതിൽ നെഗറ്റീവ് എനർജി കൂടുതലുള്ള സമയമാണ് പീരീഡ് സമയം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ ദൈവികമായ ചൈതന്യത്തിന് മാറ്റം വരുന്നു. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പല ഒരുപാട് ഘട്ടങ്ങളായിട്ട് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. തന്ത്രിയുടെ ആ ആത്മാവിനുള്ള ഒരു സത്വമാണ് അതിലേക്ക് പ്രതിഷ്ഠിക്കുന്നത്. ആ പ്രതിഷ്ഠയ്ക്ക് വരുന്നൊരു ചലനം വരാം, അതായത് അതിലൊരു പോസിറ്റിവിറ്റി കുറയാം. നാമജപങ്ങളും പ്രാർത്ഥനകളും അഭിഷേകങ്ങളും പൂജകളും ചെയ്ത് വച്ചിരിക്കുന്ന ആ വിഗ്രഹത്തിന് ഒരു നെഗറ്റീവ് എനർജി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോകരുത് എന്ന് പറയുന്നത്. അതുപോലെ വിളക്ക് കത്തിക്കില്ല, പൂജാമുറി കയറാൻ പാടില്ല, ഇതൊക്കെ പറയുന്നത് കാരണമാണ്. പിന്നെ അടുക്കളയിൽ കയറില്ല എന്ന് പഴയ കാലത്ത് പറയുന്നത്. പഴയ കാലത്ത് അടുക്കള എന്ന് പറഞ്ഞാൽ അരി വയ്ക്കുക എന്ന് പറഞ്ഞാൽ, അതുപോലെ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അരയ്ക്കണം, മുളക് മഞ്ഞളൊക്കെ അരയ്ക്കണം. പൊടികളൊന്നും ലഭ്യമായിരുന്നില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ അത് കാരണം ഒരു അരി വയ്ക്കണമെങ്കിൽ നെല്ല് കുത്തി അരിയാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശരീരത്തിന് ഒരു വ്യായാമം, ഒരുപാട് സ്ട്രെസ്സ് വരുന്നുണ്ട്. അപ്പോൾ ശരീരം അനങ്ങരുതെന്നാണ് പറയുന്നത് ഈ സമയത്ത്. ആ സമയത്ത് ശരീരം അനങ്ങാതിരിക്കാനാണ് നമ്മൾ സ്ത്രീകൾക്ക് 3 ദിവസം റെസ്റ്റ്, 4-ാം ദിവസം കുളിച്ച് ശുദ്ധമായിട്ട് വരുമ്പോൾ പ്രത്യേക ഓജസ് ഉണ്ടായിരിക്കും. കാരണം എന്താ, ഒന്നും എടുക്കാതെ വെറുതെ ഇരിക്കുകയല്ലേ, നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തും. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. കാരണം ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ദേഹം അനങ്ങി കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നത്.